ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നേച്ചർ 360. നമ്മളിന്നൊരു സോപ്പ് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഒരു ബ്യൂട്ടി സോപ്പാണ്. നമ്മുടെ സ്കിന്നിലെ ഡൾനെസ് മാറാനും അതുപോലെ പിഗ്മെൻറ്റേഷൻ മാറാനും പിന്നെ ഒരുപാട് ഡ്രൈ സ്കിന്നായിട്ടുള്ളവരും ഒരുപാട് ഓയിലി സ്കിന്നായിട്ടുള്ളവർക്കും എല്ലാവർക്കും എല്ലാ സ്കിൻ ടൈപ്പിനും കൂടി പറ്റിയൊരു സോപ്പാണ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ഷിയ ബട്ടറാണ്. അത് ഞാൻ മെഷറിംഗ് വെയിലെടുത്ത് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ മെഷർ ചെയ്തെടുക്കുകയാണ്. 100 ഗ്രാംസ് ഷിയ ബട്ടറാണ് ഫസ്റ്റ് എടുക്കുന്നത്. ഇത് നമ്മളൊന്ന് ചൂടാക്കി മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് മെൽറ്റ് ചെയ്യണത്. നമ്മൾ ഒരുപാട് ചൂടിൽ വെക്കരുത്, ഒരു മിനിമം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചൂടാക്കാൻ. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സിൽ തന്നെ ഇത് മെൽറ്റായി പൊക്കോളും. അപ്പോൾ ഇത് മെൽറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്തത് ഓയിൽസ് എടുക്കാം. അപ്പോൾ ഓയിൽസ് എടുക്കാനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറാണ് ഫസ്റ്റ് എടുത്തേക്കണത്. ഇതിലേക്കാണ് നമ്മൾ ആവശ്യമുള്ള ഓയിൽസ് എല്ലാം ആഡ് ചെയ്യാൻ പോണത്. ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണ സോപ്പ് കുഞ്ഞു പിള്ളേർക്ക്, അതായത് ഒരു 2 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് തൊട്ട് ഈ സോപ്പ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്നത് നമ്മൾ ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ 100 ഗ്രാംസാണ് എടുക്കുന്നത്. നമ്മൾ സോപ്പ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നോക്കേണ്ടത് ഓയിൽസും അതുപോലെ എന്തൊരു ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്താലും അത് ഗ്രാമിൽ വേണം മെഷർ ചെയ്യാൻ. ഒലീവ് ഓയിൽ 100 ഗ്രാംസ്. നെക്സ്റ്റ് എടുക്കുന്നത് ക്യാരറ്റ് ഓയിലാണ്. ഇത് നമ്മളതിനെ പ്രിപ്പയർ ചെയ്തതാണ്. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. ക്യാരറ്റ് ഓയിൽ ഒരു 100 ഗ്രാംസ്. നെക്സ്റ്റ് എടുക്കുന്നത് മഞ്ചിസ്ത ഓയിലാണ്. ഇതും നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. ഇതിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. മഞ്ചിസ്ത ഓയിൽ പ്രിപ്പറേഷൻ. ഇതും 100 ഗ്രാംസ് തന്നെയാണ് എടുക്കുന്നത്. നെക്സ്റ്റ് എടുക്കാൻ പോണത് വിർജിൻ കോക്കനട്ട് ഓയിലാണ്. ഇതും 100 ഗ്രാംസ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. വിർജിൻ കോക്കനട്ട് ഓയിൽ കിട്ടാത്തവർക്ക് നോർമൽ ചക്കിലാട്ടിയ നല്ല വെളിച്ചെണ്ണ എടുത്താലും മതി. നെക്സ്റ്റ് എടുക്കുന്നത് നല്ലെണ്ണ സെസമി ഓയിലാണ്. അതും ഒരു 100 ഗ്രാംസ് എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എടുക്കുന്നത് കാസ്റ്റർ ഓയിൽ, ആവണക്കെണ്ണ. അതൊരു 10 ഗ്രാമോളം ആഡ് ചെയ്യുന്നുണ്ട്. 10 ഗ്രാംസ് കാസ്റ്റർ ഓയിൽ. ഇപ്പോൾ എടുക്കാൻ പോണത് നമ്മൾ ഹെർബൽ പൗഡേഴ്സിൻ്റെ മിക്സാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതിനകത്തൊരു 10-15ഓളം ഹെർബൽ പൗഡേഴ്സ് നമ്മൾ ചേർത്തിട്ടാണ് ഈ പൗഡർ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടിട്ടുണ്ട്. അതേ സെയിം പൗഡറാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യണത്. അതൊരു 35 ഗ്രാംസോളം നമ്മൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഫ്രാഗ്രൻസ് ചേർക്കാനുള്ള ഫ്രാഗ്രൻസും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ ആഡ് ചെയ്യണ ഫ്രാഗ്രൻസ് നാഗചമ്പ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രാഗ്രൻസ് ആണ്. ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഫ്രാഗ്രൻസ് ഒരു 20 ഗ്രാംസോളം ഫ്രാഗ്രൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രാഗ്രൻസും ഈ ഒരു ഹെർബൽ മിക്സും കൂടി നമ്മൾ മിക്സ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാഗ്രൻസ് പെട്ടെന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു ഈ സോപ്പ് ഒരു 20 ഡേയ്സ് 21 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ഓപ്പൺ എയറിൽ ക്യൂറിങ്ങിന് വെക്കുമ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഫെയ്ഡായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്.
ഇനി ഷിയ ബട്ടർ നമ്മൾ ചൂടാറിയതിന് ശേഷം കട്ട പിടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുക. ചൂടായിട്ട് നമ്മൾ ആഡ് ചെയ്യരുത്, എല്ലാം ഈക്വൽ ടെമ്പറേച്ചറിലായിരിക്കണം. നമ്മൾ ലൈ മിക്സ് ചെയ്യുമ്പോഴും ലൈ മിക്സ് ചെയ്താലും അതും ചൂടാറിയിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാൻ. ഞാൻ ഇതിനകത്ത് ഇനിയിപ്പോൾ ലൈ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ഗ്രാംസ് കാസ്റ്റിക് സോഡയും 90 ഗ്രാംസോളം ഡീമിനറലൈസർ വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ലൈ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അത് ഈ ലൈ നമ്മൾ ഫിൽട്ടർ ചെയ്ത് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അതും ചൂടാറിയിട്ടുണ്ട്. നമ്മളൊരു 12 മണിക്കൂർ മുമ്പാണ് അത് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ഫ്രാഗ്രൻസ് ആഡ് ചെയ്യുക. ലൈ ലാസ്റ്റാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഫ്രാഗ്രൻസും ഈ ഹെർബൽ മിക്സും കൂടിയാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതും കൂടിയാണ് ഇപ്പോൾ ആഡ് ചെയ്യണത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ്. ഭയങ്കര ഫ്രാഗ്രൻസിൻ്റെ പവർ കൂടുതലാണ്. ഇപ്പോൾ എല്ലാവരും ഒരേ അളവിൽ തന്നെ ഫ്രാഗ്രൻസ് എടുക്കണമെന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രാഗ്രൻസിൻ്റെ ആ ഒരു സ്മെല്ലിൻ്റെ ഡെൻസിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ലൈ ആഡ് ചെയ്തു. ഈ രണ്ടും കൂടി ഞാനൊരു ചെറിയ കണ്ടെയ്നറിൽ കൂടി എടുത്തത്. അതാണ് 2 കണ്ടെയ്നറിലായിട്ട് നിൽക്കുന്നത്. ലൈ നമ്മൾ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ലൈ എടുക്കുമ്പോഴും നമ്മൾ ഇതിലേക്ക് ഒഴിക്കുമ്പോഴും പ്രിപ്പയർ ചെയ്യുന്ന സമയത്തെല്ലാം കയ്യിൽ ഗ്ലൗസ് ഇടണം. അല്ലെങ്കിൽ ഇത് കയ്യിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. മുഖത്ത് കണ്ണിലേക്കൊന്നും തെറിക്കരുത്. ഇതിൻ്റെ ആവി അടിച്ചാലൊക്കെ കണ്ണിലൊക്കെ ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് ഞാൻ കുറച്ച് പെട്ടെന്ന് ആവാൻ വേണ്ടി സ്റ്റിക്ക് ബ്ലെൻഡർ വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യണത്. ബ്ലെൻഡർ ഉള്ളവർക്ക് ബ്ലെൻഡർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈ കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചധികം നേരം എടുക്കും മിക്സായി അത് സോപ്പിൻ്റെ ട്രേസിലേക്ക് വരാനായിട്ട്. പിന്നെ ഇത് നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് മോൾഡിൽ ഒന്ന് ഫുള്ള് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോപ്പ് കറക്റ്റായിട്ട് സീറ്റിംഗ് ആവാനും പിന്നെ പെട്ടെന്ന് അൺമോൾഡ് ചെയ്തെടുക്കാനായിട്ടും. ഇപ്പോൾ ബ്ലെൻഡറിനെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ കളർ ഇങ്ങനെ വരാൻ കാരണം നമ്മൾ ആഡ് ചെയ്ത ഒരു ഹെർബൽ പൗഡറിൻ്റെ ഇതായിട്ടാണ് കളർ ഇങ്ങനെ വരാൻ കാരണം. ഇത് ഏകദേശം സോപ്പ് റൈസ് ആയി വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് കട്ടിക്കാക്കി എടുക്കരുത്, അപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാവും. സോപ്പിലേക്ക് മോൾഡിലേക്ക് ഒഴിക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടാവും. കറക്റ്റ് ഒരു സോപ്പ് റൈസ് ഉണ്ട് നമ്മുടെ ദോശമാവിൻ്റെ ഒരു പരുവം. ആ കറക്റ്റ് അളവിലെത്തുമ്പോൾ തന്നെ നമ്മൾ നിർത്തിക്കൊള്ളണം. സോപ്പ് റൈസ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് മോൾഡിലേക്ക് ഒഴിക്കാം. ഇത് 100 ഗ്രാംസിൻ്റെ മോൾഡാണ് ഞാനിപ്പോൾ എടുത്തേക്കണത്. ഇത് ആമസോണിൽ അവൈലബിൾ ആണ് ഈ ടൈപ്പ് മോൾഡ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും, എൻ്റെ കോർണറിലും എഡ്ജസിലെല്ലാം എല്ലാത്തിലായിട്ടും. ഇത് ബബിൾസ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചെടുക്കുക. ഈ സോപ്പ് നമ്മൾ മോൾഡിൽ പോർ ചെയ്തിട്ട് ഒരു 2 ദിവസം അല്ലെങ്കിൽ 1 ഡേ അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് മോൾഡിൽ നിന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. നോർമലി നമുക്കിത് പിറ്റേ ദിവസം തന്നെ എടുക്കാറുണ്ട് ഞാൻ. ചിലവരുടെ ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു വ്യത്യാസം വെച്ചിട്ട് ചിലപ്പോൾ 1-2 ദിവസം ആവാം ചിലപ്പോൾ മോൾഡിൽ നിന്ന് വിട്ട് വരാനായിട്ട്. ചിലപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. ഇത് മോൾഡിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ഓപ്പൺ എയറിൽ സ്റ്റാൻഡിങ് പൊസിഷനിൽ വെച്ചിട്ട് ഒരു 21 ഡേയ്സ് നമ്മൾ ക്യൂറിങ്ങിന് വെക്കണം. എന്നിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു സോപ്പ് ഹാൻഡ് മെയ്ഡാണ്. പിന്നെ വേറൊരു കെമിക്കൽസോ കാര്യങ്ങളൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഒരു കാസ്റ്റിക് സോഡ യൂസ് ചെയ്യണതല്ലാണ്ട് വേറെ കെമിക്കൽസ് ആഡ് ചെയ്യണില്ല. ഇത് 21 ഡേയ്സ് കഴിയുമ്പോൾ ഈ കാസ്റ്റിക് സോഡ എന്നുള്ള ഈ ഒരു കണ്ടൻറ്റ് ഇതിലുണ്ടാവില്ല. പ്യുവർ സോപ്പായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കെമിക്കൽസ് 0 കെമിക്കൽസ് ആയിരിക്കും ഇതിനകത്ത്.
ഓൾമോസ്റ്റ് ഒരു 8 സോപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് 100 ഗ്രാമിൻ്റെ. നമുക്കിത് ഡെയിലി നോർമൽ സോപ്സ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ മോൾഡിൽ നിന്ന് അൺമോൾഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് സോപ്പ് ഇരിക്കുക. ഇനി ഇത് നമ്മൾ സ്റ്റാൻഡിങ് പൊസിഷനിൽ നിർത്തി വെച്ചിട്ട് 21 ഡേയ്സ് കഴിഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നേച്ചർ 360 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഫേസ്ബുക്കിലും അവൈലബിൾ ആണ് നേച്ചർ 360 എന്നുള്ള പേരിൽ. അപ്പോൾ അതും ഫോളോ ചെയ്യുക. താങ്ക് യു.